സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. എടാ ബിഗ് ബോസ് മാത്രമല്ല, ബാംഗ്ലൂർ ലോഡും കൊണ്ടുപോയ പാണ്ടലൂർ ഡ്രൈവർ വരെ കേട്ട്. അത്രയ്ക്കും അധപതിച്ചോടാ നീ. ഷോ കണ്ടിട്ടുണ്ടോ ഈ ബിഗ് ബോസ്? കഴിഞ്ഞ സീസൺ ഒന്ന് ഇമാജിൻ ചെയ്യാം, നമ്മുടെ ഈ ബിഗ് ബോസിന്റെ ഓപ്പണിങ് എങ്ങനെയായിരിക്കുന്നു രാവിലെ എപ്പിസോഡിന്റെ. സൂര്യൻ ഉദിച്ചു വരുന്നു, എന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിനെ ഇങ്ങനെ കാണിക്കുന്നു, പാട്ട് മുഴങ്ങുന്നു, നമ്മളെല്ലാരും വരുന്നു അതിലേക്ക് വരുന്നു. നല്ല അടിപൊളി സാധനം അല്ലേ? കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആണ്. കുറെ അടിവസ്ത്രങ്ങളുടെ ഇടയിൽ കൂടെ എന്നിട്ടിങ്ങനെ ഈ വീടിനെ നമ്മളിങ്ങനെ അച്ഛയിലിങ്ങനെ തൂങ്ങിയാടുന്ന അത് നേരാ സാറേ. അടിവസ്ത്രങ്ങളുടെ കണ്ണെത്താ ദൂരത്തെ കളർഫുൾ നിര. ഇവൻ നമ്മൾ നാണം കെടുത്തുന്നോണേട്ടാ. നാണം കെടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടട്ടെ, വൃത്തികെട്ടവൻ. ആ ആംഗിളിൽ നിന്ന് വയ്ക്കും, അവിടെ നിന്ന് വയ്ക്കും. അപ്പൊ അവിടെ പിന്നെ വെച്ച് തൂങ്ങി ആടുന്നില്ല, ഇങ്ങനെ കൂന കൂടി കിടക്കുകയാണ്. പുറത്തുള്ളവരൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? നമ്മളെ പറ്റി എന്ന് പറഞ്ഞാൽ പൊതുവെ മലയാളികളെ പറ്റി അതായത് കോർപ്പറേഷന്റെ ചവറൂന കിടക്കുന്ന പോലെ ടിപ്പിക്കൽ മലയാളി പിള്ളേര്. ഒന്നിൽ തൂങ്ങിയാടുന്ന കളർഫുൾ അടിവസ്ത്രങ്ങൾ, അതിന്റെ ഇടയിൽ കൂടെ ബിഗ് ബോസ് ഹൗസ് രാവിലെ ആദ്യത്തെ ഷോട്ടാണ്. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. കടി കണ്ടുകൊണ്ടിരുന്ന നന്മ അത് നമ്മുടെ അന്തസ്സിന് ചേർന്നല്ല. ഇത്രയും നല്ല വീടുണ്ടാക്കിയിട്ടിട്ട് ഇതാണ് കാണുന്നത് അവസ്ഥ.